വീട്ടിക്കാന്ന് പറഞ്ഞിട്ട് എവിടേക്കാടി ഇറങ്ങിപ്പോയത്? ഇന്നലെ ടൗണില് ഖദീജ കണ്ടു എന്ന് എന്റെ അടുത്ത് പറഞ്ഞല്ലോ. ഞാൻ എവിടേക്ക് പോയത് നിങ്ങൾക്ക് എന്താ? ചിലപ്പോ ഞാൻ വീട്ടിലേക്ക് പോവും, അല്ലെങ്കിൽ ടൗണിലേക്ക് പോവും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ പോവും. എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? ഇടപെടൂടി, നീയേ എന്റെ മകന്റെ ഭാര്യ. അപ്പൊ നീ എവിടേക്കാ പോണു, എന്തിനാ പോണെന്നൊക്കെ ഞാൻ ചോദിക്കും. മകന്റെ ഭാര്യ അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾ എനിക്ക് എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ? വീട്ടില് പട്ടിയുടെ സ്ഥാനം പോലും എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് നാനുണ്ടോ തള നിങ്ങക്ക്? നിങ്ങൾ എവിടേക്കാ പോണത്, എന്തിനാ പോണെന്ന് ഞാൻ ചോദിക്കാറില്ലല്ലോ. നിങ്ങളാണെങ്കിൽ എന്റെ അടുത്ത് പറയാറുമില്ല. അപ്പൊ തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളെ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിലെ ഒരു കുമ്പളങ്ങി ഇരിക്കുന്നുണ്ട്, അത് മുറിച്ചിട്ടേ പോയി കൂട്ടാൻ വെക്കി. ഉച്ചക്കലേക്ക് വല്ലതും തിങ്ങണമെങ്കിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കണം. നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ചൊറിയും കൊത്തി ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കുനിഷ്ടൊക്കെ തോന്നുന്നത്. വേഗം പോയി ചെയ്യടി. ഞാനാ നിന്റെ അമ്മയമ്മ, നീ എന്റെ അമ്മയമ്മ നോക്കണ്ട. അപ്പോഴേ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചാൽ മതി, എനിക്ക് വേറെ പണിയുണ്ട്. നിന്റെ അടക്കമൊക്കെ ഞാൻ നിർത്തി തരടി. എന്റെ മകളൊന്ന് വരട്ടെ, അവന് നിർത്തിപ്പോയിരിക്കും. അതെനിക്ക് കാണണം. ഇപ്പൊ ഒന്ന് വരാവാർട്ട് പെണ്ണും കാണാനില്ലല്ലോ. നീ വന്നോ? എന്താന്ന് വലിയ ആലോചനയിലാണല്ലോ. ഞാൻ അവളെ കുറിച്ച് ആലോചിക്കായിരുന്നു. നേരാമണം എന്റെ മുഖത്ത് നോക്കി തലി ഉയർത്തി പിടിച്ച് സംസാരിക്കാത്തവളാണ് ഇപ്പൊ എന്റെ മുഖത്ത് ആട്ടി തുപ്പണത്. ഇങ്ങനെ മനുഷ്യര് മാറുമോ? ഇപ്പൊ അവളെ അമ്മായിമ്മയും ഞാൻ ഇവിടുത്തെ മരുമോളും. അങ്ങനെയൊക്കെയായി കാര്യങ്ങള്. നിങ്ങക്ക് പ്രാന്താണ്. നിങ്ങൾ എന്തിനാ അതൊക്കെ ആലോചിച്ചിരിക്കുന്നത്? എന്റെ ഉമ്മ അവളുടെ പത്തിയൊക്കെ ഞാൻ മടക്കി തരാം. ഞാനൊന്ന് അവളെ കാണട്ടെ. എവിടെ അവള്? റൂമിലുണ്ടാവും, കടക്കുകയായിരിക്കും. തോന്നുമ്പോ എനിക്കും തോന്നുമ്പോ കടക്കും. നമ്മളൊന്നും മിണ്ടാനും പറ്റില്ല. ഞാനേ അവളെ പോയി 4 എണ്ണം പറഞ്ഞിട്ട് വരാം. കേൾക്കണെങ്കിലേ അങ്ങോട്ട് വന്നോളി. നീ 4 എണ്ണം പറഞ്ഞാലേ അവള് 4 എണ്ണം നിന്നെ പറയും. ആഹാ, എന്നാ ഞാനൊന്ന് കാണട്ടെ. ഡി റജീന, റജീന. എന്താ പറ്റി? എന്ത് കഥക്ക് വയ്യേ? എന്തിനാ കഥങ്ങനെ ആവാറില്ലേ? നിനക്ക് ഈ വീട്ടിൽ ഒരു പണിയില്ലാണ്ടാ ഈ പകൽ സമയത്ത് ഫോണ് തോട്ടിക്കൊണ്ട് ഇവിടെ കിടക്കണത്? എന്റെ പണികളൊക്കെ കഴിഞ്ഞെന്ന് അറിയാനാണ് താത്തങ്ങോട് വന്നത്. അതിന് ഇത്ര കഷ്ടപ്പെട്ട് കൂടി വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്ന് വിളിച്ചു വെച്ചാ പോരെ? നിർത്തടി. നീ എവിടേക്കാണ് ഇങ്ങനെ കേറി പോണത്? നീ ഇന്നലെ എന്റെ ഉമ്മാന്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? അതറിയാനാണ് താത്ത വന്നത്. അപ്പൊ ഉമ്മ മകളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ ഉമ്മാന്റെ അടുത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ മകളുടെ അടുത്ത് ഒന്ന് വിളിച്ച് പറയുന്നു. ഉമ്മ പറഞ്ഞില്ല അല്ലേ? അല്ലാത്ത കഷ്ടായി പോയിട്ടോ. താത്തിരിക്കേ, ഞാൻ പറഞ്ഞുതരാം. നീ എന്നെ കളിയാക്കണില്ലടി. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ താത്ത വിചാരിച്ച പോലെയല്ല, ബുദ്ധിയൊക്കെ ഉണ്ട്. നിർത്തിക്കും നിന്റെ തർക്കോത്തരം പറച്ചില്. നീ ഇന്നലെ എന്റെ ഉമ്മാനോട് ചോദിക്കാൻ എവിടേക്ക് അടിപ്പോയത്? അതെ, നിന്റെ തോന്നിവാസത്തരങ്ങളൊന്നേ ഈ വീട്ടിൽ നടക്കില്ല. ഇത് എന്റെ വീടാ. ശരിക്കും ഇത് ആരുടെ വീടാ? നീ പറയണത് നിന്റെ വീടാണെന്ന്, നിന്റെ ഉമ്മ പറയണത് നിന്റെ ഉമ്മാന്റെ വീടാന്ന്. അല്ല, ശരിക്കും ഇത് ആരുടെ വീടാ? അറിയാത്തോണ്ട് ചോദിക്കാട്ടോ. അല്ല, നീ ഇന്നലെ എന്റെ ആങ്ങളെ വെച്ച പൈസക്ക് കണക്ക് ചോദിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. എന്റെ ആങ്ങളെ വെച്ച പൈസയെ അത് ഞാൻ കൊണ്ടുപോകും. അത് ഞാനും എന്റെ ആങ്ങളെ എന്റെ ഉമ്മയും തമ്മിലുള്ള കാര്യം. അതിനെ പുറത്തു നിന്ന് കയറി വന്ന നിന്റെ അഭിപ്രായം ആവശ്യമില്ല. എന്റെ ആങ്ങളെ അയക്കുന്ന പൈസ മാത്രമല്ല, വേണമെങ്കിൽ ഈ വീടടക്കം ഞാൻ എന്റെ പേരിലാക്കി മാറ്റും. വേണമെങ്കിൽ നിന്നെ ഇവിടെ നാട്ടിൽ പുറത്താക്കും. അനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇതോടെ നീ ഒതുങ്ങിക്കോ. ഇനി എങ്ങാനും നീ എന്റെ ഉമ്മാന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ കേട്ടാ കഴിഞ്ഞോ? ഇന്നലെ ഞാനൊന്ന് പറയട്ടെ. നീ എന്താ പറഞ്ഞേ? നീയും നിന്റെ ആങ്ങളും നിന്റെ ഉമ്മയും തമ്മിലുള്ള കാര്യല്ലേ? ഇന്നലെ ഇത് ഞാനും എന്റെ കെട്ടിയവനും തമ്മിലുള്ള കാര്യം. അതിലേ ഞാൻ ഇടപെടും. നിനക്കെന്താ ചെയ്യാൻ പറ്റുക? അല്ല, മോളെന്തിനും ഇവിടെ കിടന്ന് ചിലക്കുന്നത്? നീ നിന്റെ കെട്ടിയവന്റെ വീട്ടിൽ പോയി ചിലക്കേ. മോള് ഉമ്മാന്റെ വാക്ക് കേട്ടിട്ടേ എന്റെ മെക്കിട്ട് കയറാൻ വരില്ലേ? ഇനി എങ്ങാനും എന്റെ കെട്ടിയവന്റെ പൈസ മോഹിച്ചോണ്ട് നീ ഇവിടെ കയറി വന്ന നിന്റെ വീട് പണി നടക്കണമെങ്കിൽ നിന്റെ കെട്ടിയവന്റെ കയ്യിൽ പൈസ വേണം. നീ നിന്റെ ആങ്ങളെന്റെ കയ്യിൽ പൈസ കണ്ടിട്ടാണ് നിന്റെ വീട് പണി തുടങ്ങിയത്. ഇന്നലെ ആ വീട് പണി ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇനി ഒരു ചില്ലി കാശ് ഞാൻ നിനക്ക് തരില്ല. നല്ല രീതിക്കാണെങ്കിൽ നല്ല രീതിക്ക്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങോട്ടും. പിന്നൊരു കാര്യം, ഈ ആഴ്ചയില് 4-5 വട്ടം കൂടെ കയറി വരുന്ന ആ ഒരു ചടങ്ങില്ലേ, അത് അങ്ങോട്ട് നിർത്തിക്കോട്ടോ. ഇനി അതൊന്നും ഇവിടെ നടക്കില്ല. ഇനി ഈ വീട് ഭരിക്കാൻ പോണതേ ഞാനാ. ഉമ്മാന്റെ മകളുടെ ഒരു കളി ഇനി ഈ വീട്ടിൽ നടക്കില്ല. അറിയേണ്ടതൊക്കെ ഇപ്പൊ താത്ത അറിഞ്ഞില്ലേ? ഇന്നലെ വേഗം പോവാൻ നോക്ക്.
എന്താടി? എന്ത് പറ്റി? എന്താണ് പറഞ്ഞത്? എന്താടി? ഞാൻ പോവാ. നീ പോവാണോ? നിക്ക്. ഇപ്പൊ എന്താ പറ്റി? നീ ഉണ്ണേ, നീ ഉണ്ണേ. ഷോ, ഈ പെണ്ണിത് എന്താ പറ്റി? ഡി, എന്തിനാടി എന്റെ മകള് ദേഷ്യപ്പെട്ടോണ്ട് ഇറങ്ങിപ്പോയത്? നീ എന്താടി അവള് പറഞ്ഞത്? അയ്യോ, താത്ത പോയോ? ഉച്ചക്കൊക്കെ ചോറ് കഴിച്ചിട്ടാ പോണെന്നുള്ള താത്ത പറഞ്ഞത്. ഷോ, ചെലപ്പേ താത്താക്ക് വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, എന്തോ ദഹിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ചെലപ്പോ അതായിരിക്കും വേഗം പോയത്. ഉമ്മ വിഷമിക്കണ്ട, താത്തേ അവിടെ എത്തിയത് ഉമ്മാനെ വിളിക്കൂട്ടോ. പത്ത്, 12, 13, 14, 15, 16. എനിക്കിപ്പോ 16-ാം തീയതി ആയല്ലോ. ഉച്ചക്ക് 10-ാം തീയതി അയക്കേണ്ടതാണല്ലോ പൈസ. ഉച്ചക്ക് ഈ മാസം പൈസ അയച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പൊ നാളെ ഒന്ന് ബാങ്കിൽ പോയി നോക്കേണ്ടി വരും. ചെക്കനാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഒന്നും വിളിക്കണമില്ല. പക്ഷെ എന്താണ് പറയുന്നു? വേണ്ടമ്മ, ഞാൻ എവിടെ വരാ, ഞാൻ വന്നിട്ട് പോയാ മതി. ഒരമണിക്കൂറുമ്മ, അതിന്റെ ഉള്ളിൽ ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് വരാം. പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇക്കിപ്പോ ഈ മാസത്തെ പൈസ അയച്ചിട്ടുണ്ട്, അതുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. പൈസ ഉള്ള കയ്യിൽ എങ്ങനെ? അപ്പൊ അവൻ പൈസ അയച്ചോ? ഒരു അക്കൗണ്ട് കൂടി ഇവർക്ക് പൈസ? അവനുണ്ടെങ്കിൽ എന്താ, ഞാനും വരാം. ഞാൻ വന്നിട്ട് പോയാൽ മതി. നമുക്ക് 3 ആൾ കൂടി ഒരുമിച്ച് പോവാ. കഴിഞ്ഞ മാസം എനിക്ക് ഉമ്മാന്റെ കൂടെ ആശുപത്രിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ വന്നിട്ട് പോയാൽ മതി. ശരി ശരി ഉമ്മ, പൈസയൊക്കെ ഞാൻ എടുക്കാട്ടോ. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ബേജാറാവണ്ട. അപ്പൊ ഇവളും അവനും തമ്മിലുള്ള ഒത്തുകളിയാണ്. ഇത്രയും ദിവസം രണ്ടും കൂടി എന്നെ പൊട്ടിയാക്കണില്ലേ? ശരി. കാണിച്ചു തരാം ഞാൻ. ഇനി അവനും ഇവളും തമ്മിൽ തെറ്റിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. അത്രയ്ക്കായോ എന്നോട് അവരുടെ കോഴി?